അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഉറുദുവിനാണുള്ളത്. അല്ലാഹു തആല നമുക്ക് ക്ലാസ്സുകളൊക്കെ വളരെയധികം ഉഷാറായിട്ട് നടത്താനും കേൾക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ബിസ്മിയും ഹംദും സലാത്തൊക്കെ ചൊല്ലി തുടങ്ങാം. അപ്പോൾ ഞാൻ ചൊല്ലുന്നത് പോലെ എൻ്റെ കൂടെ ചൊല്ലിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വറസൂലി റബ്ബിൽ ആലമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم يسر ولا تعسر رب زدنا علما وحلما وعقلا وأدبا وإيمانا كاملا رب تمم بالخير والسعادة وبك نستعين. اللهم رب يسر ولا تعسر رب زدنا علما وحلما وعقلا وأدبا وإيمانا كاملا وبك نستعين. اللهم ربي يسر ولا تعسر رب زدنا علما وحلما وعقلا وأدبا وإيمانا كاملا رب تمم بالخير والسعادة وبك نستعين. അപ്പോൾ നമ്മൾ ഉറുദുവിൽ പാഠങ്ങൾ വളരെ കുറച്ച് പാഠങ്ങളേ ഉള്ളൂ. വളരെ സുഗമമായിട്ടുള്ള പാഠങ്ങളാണ്. ആദ്യമായിട്ട് തന്നെ ഒരു പാട്ടാണ്. അപ്പം സാരി ദുനിയാ കെ മാലിക് എന്നുള്ള ഒരു പാട്ടാണ്. അത് വളരെ രസകരമായിട്ട് പാടാൻ നമുക്ക് കഴിയും. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പാടിത്തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പാടാം. ഓക്കെ. ഈ സാരി ദുനിയാ കെ മാലിക് രാജാ और प्रजा के मालिक सबसे अनोखे सबसे निराले आग से उजल दिल के उजाले ना वो जगत की खेने वाले दुख में सहारा देने वाले जूत है तेरे जल में और तल में बास है तेरी फूल और फल में हर दिल में है तेरे बसेरा तू पासर गर्दोर है तेरा. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു പാട്ടാണ്. എന്നാൽ അതിൻ്റെ രീതി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. വളരെ അള്ളാഹുവിനെക്കുറിച്ച് വളരെ രസകരമായി പറയുന്ന, നല്ല സുന്ദരമായിട്ട് വിശദീകരിക്കുന്ന ഒരു പാട്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഒന്ന് അർത്ഥം നോക്കിയാലോ. ഏ സാരി ദുനിയാ കെ മാലിക്, ഈ ദുന്യാവ് മുഴുവൻ്റെയും ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. ഏ സാരി ദുനിയാ കെ മാലിക്, ഈ സാരി ഈ മുഴുവൻ ദുന്യാവിൻ്റെയും മാലിക് ഉടമസ്ഥൻ. രാജ രാജാവിൻ്റെയും അവർ പ്രജയുടെയും കെ മാലിക് ഉടമസ്ഥൻ. സബ്സ അനൂഖേ സബ്സ നിരാലേ. ഞാൻ ഇന്ന് പഠിക്കാനുള്ള അർത്ഥങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് എഴുതി വെക്കട്ടോ. ഓക്കെ. ഈ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ അല്ല ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. സബ്സ അനൂഖേ സബ്സ നിരാലെ, എല്ലാത്തിൽ നിന്നും സബ്സൻ എല്ലാത്തിൽ നിന്നും അനൂഖേ വിചിത്രമായവൻ. സബ്സ നിരാലെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും അസാധാരണമായവൻ. ആങ്ക് സേ ഊജൽ, അപ്പോൾ അള്ളാഹു തആല എന്താണ് സബ്സ അനൂഖ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് വിചിത്രം പറഞ്ഞാൽ അള്ളാഹുക്ക് പ്രത്യേക രൂപമില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണതാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതല്ലെങ്കിൽ മുമ്പ് അക്കീദകളിലൊക്കെ പഠിച്ചതാണ്. സബ്സ നിരാലെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും അസാധാരണമായവൻ. അപ്പോൾ അതായത് അള്ളാഹു തആല സാധാ ആൾക്കാരുടെ പോലെയല്ല, അതാണ്. പിന്നെ ആങ്ക് സേ ഊജൽ, അള്ളാഹു തആല കണ്ണുകളിനെ കൊണ്ട് കാണാൻ കഴിയില്ല. അതേമാതിരി തന്നെ ദിൽ കെ ഉജാൽ, അള്ളാഹു തആല ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ദിൽ എന്ന് പറഞ്ഞ മനസ്സ്. ദിൽ എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരുന്നൊരു വാക്കാണ്. വളരെയധികം ഉപയോഗത്തിലുള്ള വാക്കാണ്. അത് പഠിക്കട്ടോ. ദിൽ എന്ന് പറഞ്ഞ മനസ്സ്. ना वो जगत की खेने वाले दुख में सहारा देने वाले. ना वो जगत की, ना वो എന്ന് പറഞ്ഞാൽ തോണി, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അർത്ഥം. ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം. നാവോ ജഗത്ത് കി, ലോകമാകുന്ന തോണിയുടെ
ആ ലോകത്തിനൊരു തോണിയോട് ഉപമിക്കുകയാണ്. അതിനെ ഖേനേ വാലേ, അതിനെ തുഴയുന്നവനാണ് ആരെ? പഠിച്ചവന്. അപ്പോൾ ലോകത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആ ഡ്രൈവർ അല്ലെങ്കിൽ അതിൻ്റെ തോണിയുടെ തുഴയുന്ന ആൾ ആണ് അദ്ദേഹം. അള്ളാഹുവിനെ കുറിച്ച് പറയാം, ദുഃഖമേ സഹാറ ദേനേ വാലേ, ദുഃഖത്തിൻ്റെ സമയത്ത് സഹാറ ദേനേ വാലേ, സഹായം നൽകുന്നവൻ. സഹാറ എന്നുള്ളതിൻ്റെ അർത്ഥം എഴുതിക്കോളി, ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. സഹാറ സഹായം, സഹാറ സഹായം. ഉറുദുവിൽ അങ്ങനെ പല വാക്കുകളുണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് അർത്ഥം ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ 6 വരി മാത്രം നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ ഈ 6 വരി മാത്രം എടുക്കാനുള്ള കാരണം ഈ 6 വരി ഇതുപോലെ തന്നെ നാളെ കാണാതെ പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ജസാക്കുമുല്ലാഹ്. ഫുള്ള് വാച്ച് ചെയ്തതിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.